വടക്കം പറവൂർ തത്തപ്പിള്ളി സ്വദേശി രാധികയും കുടുംബവും ഇനി ആശ്വാസത്തോടെ അന്തിയുറങ്ങും. മാതൃഭൂമിയും കെ ചിറ്റലപ്പള്ളിയും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. എന്റെ വീട് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന കൊച്ചിയിലെ 10ാമത്തെ വീടാണിത്. പ്ലാസ്റ്റിക് കൂരയിൽ നിന്ന് അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് എറണാകുളത്തെ 10ാമത്തെ കുടുംബത്തിനും തണലൊരുക്കി. വടക്കൻ പറവൂർ തത്തപ്പിള്ളിയിലെ രാധികയ്ക്കും കുടുംബത്തിനും ഇത് സന്തോഷത്തിന്റെ നിമിഷം. ഞങ്ങൾക്കിപ്പോൾ ഇതൊരു സ്വർഗമാണ്. ഞങ്ങൾ ആദ്യം കിടന്നിരുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെ ഒരു കൊട്ടാരം തന്നെയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെടുന്നത്. വളരെയധികം സന്തോഷം. പ്രളയവും സാമ്പത്തിക പ്രതിസന്ധിയും വെല്ലുവിളിയായപ്പോൾ തകർന്നു വീടുന്ന സ്വപ്നമാണ് എന്റെ വീട് പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുന്നത്. സിനിമാ സീരിയൽ താരം വിദ്യാമോഹൻ പുതിയ വീടിന്റെ താക്കോൽ കൈമാറി. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി, റീജിയണൽ മാനേജർ P സിന്ധു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു താക്കോൽ കൈമാറ്റം. രാധികയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യം ഈ വീട്ടിൽ നിന്നുണ്ടാവട്ടെ. വീട് മേലേക്ക് എടുക്കാനും രാധികയ്ക്ക് പറ്റണം. 1000 വീടുകൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാതൃഭൂമിയും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് പദ്ധതിയിലൂടെ ഈ കൊല്ലം അവസാനത്തോടുകൂടി 1000 പേർക്ക് ഭവനം ലഭ്യമാക്കുക എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കും എന്നൊരു പ്രതീക്ഷയിലുണ്ടാകും. ഈ വർഷം അവസാനത്തോടുകൂടി 1000 വീടുകൾ പൂർത്തിയാക്കുകയാണ് എൻ്റെ വീട് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.